ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. ഞാൻ നിങ്ങളെ കാണിക്കാൻ ചാനൽ തുറന്നിട്ടുണ്ടായിരുന്നേ. നല്ല തണുപ്പുണ്ട്. അപ്പോൾ റിച്ചൂസ് നല്ല ഉറക്കമായിരുന്നു. ഞാൻ അവളെ വിളിച്ചു വിട്ടാണ് സങ്കടമാവുന്നു. പക്ഷെ പറഞ്ഞിട്ടുണ്ടാ കാര്യം നാളെ സ്കൂളിൽ പോകണ്ടല്ലേ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ശീലാവണ്ടേ. അപ്പോൾ എണീക്കറിച്ചു. അപ്പോൾ നമ്മൾ എണീക്കട്ടെ. ബ്രേക്ക്ഫാസ്റ്റിന് ദോശ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ദോശ ചൂടാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ദോശ ചുടുന്നതിനിടയ്ക്കും എനിക്ക് ഭയങ്കര ടെൻഷൻ എന്താണെന്ന് വെച്ചാൽ റിച്ചൂസിന് അംഗൻവാടിയിൽ നിന്ന് നേരെ LKG-യിലേക്കാണല്ലോ എന്നെ വിടുന്നത്. അതാലോചിച്ച് തന്നെ എനിക്ക് ടെൻഷനാണ്. കാരണം മോള് എങ്ങനെയായിരിക്കും ഇവിടെ പോയിട്ട് എന്നുള്ള അവസ്ഥ ആലോചിച്ച് ഭയങ്കര ടെൻഷൻ. ആ ടെൻഷനിലുപരി ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അത് പറയാണ്ടിരിക്കാൻ കഴിയില്ല. കാരണം നമ്മളെ മക്കൾ സ്കൂളിലേക്ക് പോകുമ്പം നമുക്കൊരുപാട് പ്രതീക്ഷകളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ. അതൊക്കെ എനിക്കും ഉണ്ട് കേട്ടോ. ഭയങ്കര എക്സൈറ്റ്മെൻ്റാണ് അവളെ കുറിച്ചിട്ട് ആലോചിക്കുമ്പോൾ. കാരണം ഒരു അക്കാദമിക് ലൈഫിലേക്ക് കടക്കാൻ പോവുകയല്ലേ. അപ്പോൾ അതൊക്കെ ആലോചിച്ച് ദോശ ചുടുമ്പോഴും അതൊക്കെ ഇങ്ങനെ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതാണിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ വേഗം ദോശ ചുടട്ടെ, എന്നിട്ട് കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ ദോശയ്ക്ക് ഇന്ന് കറി ഉണ്ടാക്കിയതെന്ന് വെച്ചാൽ സാമ്പാറാണ്. അപ്പോൾ ദോശയും സാമ്പാറുമാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. നല്ല ഒരു അടിപൊളി ചായ ഉണ്ടാക്കി കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് അമൃതം പൊടി ഉണ്ടാക്കിയാണ്. കാരണം റിച്ചൂസ് രാവിലെ ദോശ കഴിച്ചിട്ട് അത് വൊമിറ്റ് ചെയ്തിരുന്നു. അതുകൊണ്ട് അവൾക്ക് ലൈറ്റായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ അമൃതം പൊടി ഉണ്ടാക്കിയാണ്. ഇത്തിരി പാലൊക്കെ ഒഴിച്ചിട്ട് അമൃതം പൊടി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അമൃതം പൊടി ഉണ്ടാക്കിയാണ് കേട്ടോ. റിച്ചൂസേ എന്നിട്ട് നിന്ന് പാൽപ്പൊടി അല്ലേ, അമ്മൂച്ചി പാൽപ്പൊടി തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്ക് പോയിട്ട് എനക്കും വേണമെന്ന് പറഞ്ഞിട്ട് പാൽപ്പൊടി അയക്കുകയാണ്. പിന്നെ റിച്ചൂസ് ഇപ്പം രാവിലെ ഒരു ദോശ ഞാൻ അവൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. കഴിക്കുന്നേ ഉണ്ടായിട്ടില്ല. എങ്ങനെയല്ലോ വെള്ളമൊക്കെ കൊടുത്തിട്ട് ദോശ കൊടുത്തേ. അതൊക്കെ ദോശയൊക്കെ കഴിച്ചിട്ട് അമ്മച്ചിനൊക്കെ കളിക്കുന്നതിനിടയ്ക്ക് അമ്മ എനിക്ക് ഛർദ്ദിക്കാൻ തോന്നുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു മോളെ തോന്നിയായിരിക്കും, ഛർദ്ദിക്കുകയും ചെയ്യില്ല. അവർക്ക് പെട്ടെന്ന് എല്ലാം വൊമിറ്റ് ചെയ്ത് കളഞ്ഞു. ദോശ കഴിച്ചതെല്ലാം വൊമിറ്റ് ചെയ്ത് കളഞ്ഞു. ശേഷം ഞാനിപ്പം അമൃതം പൊടി ആക്കിയിട്ടുണ്ട്. അതാകുമ്പോൾ ലൈറ്റായിട്ട് ഇല്ലതല്ല. അപ്പം അമൃതം പൊടി കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെയൊന്നും കളിക്കില്ലായിരുന്നു. എന്താ പറ്റിയതറിയില്ല. പെട്ടെന്ന് മക്കൾ ഛർദ്ദിക്കുമ്പോൾ ഒരു ടെൻഷനല്ലേ. കാരണം അങ്ങനെ ഛർദ്ദിക്കലൊന്നും ഉണ്ടായിരുന്നില്ലേ. ഞാൻ അമൃതം പൊടി കൂടി കൊടുത്ത് നോക്കട്ടെ. പ്രശ്നമൊന്നും ഉണ്ടാവില്ല വിചാരിക്കുന്നത്. ഒന്നാമത് ചവച്ച് കഴിക്കില്ല, ഇങ്ങനെ വിതങ്ങി കഴിക്കലല്ല. അതുകൊണ്ടായിരിക്കും വൊമിറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടാവില്ലേ. അതുകൊണ്ട് അമൃതം പൊടി കൊടുത്ത് നോക്കട്ടെ. കഴിക്കാം അമൃതം പൊടി. അത് കുറച്ച് ചൂടുണ്ട്. ഞാനിപ്പോൾ ആക്കിയതേലും തണിയാൻ വേണ്ടിയിട്ട് പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ട്. കഴിക്കൂലേ അമൃതം പൊടി? ഒന്നാമത് ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയുള്ള കുട്ടിയാണ്. എന്താണെന്നറിയില്ല, ഫുഡേ വേണ്ട കുഞ്ഞിക്ക്. പക്ഷേ മാങ്ങ, ചക്ക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് കൊടുത്താൽ കഴിക്കും. അത് മാത്രം കൊടുത്ത് ജീവിക്കാൻ കഴിയില്ലല്ലോ. ദോശയും അതുപോലെ തന്നെ ചോറൊക്കെ കഴിക്കണ്ട കുറച്ചെങ്കിലും. അതൊന്നും ഇഷ്ടേ അല്ല കുഞ്ഞിക്ക്. അമൃതം പൊടി കൊടുക്കട്ടെ കേട്ടോ, എന്നിട്ട് കാണാം.
എൻ്റെ അലക്ക് കഴിയാൻ വേണ്ടിയിട്ട് നിന്നിന് കേട്ടോ. അലക്ക് കഴിഞ്ഞതും മഴ പെയ്യലും എല്ലാം ഒരുമിച്ചായിരുന്നു. അതുകൊണ്ട് പുറത്ത് നമുക്ക് ആറിടാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ അകത്ത് ഷീറ്റിൻ്റെ അകത്ത് തന്നെ എല്ലാം ആറിടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉള്ളിൽ തന്നെ ആറിടുകയാണ് കേട്ടോ. അപ്പോൾ അലക്കൊക്കെ കഴിഞ്ഞ് നല്ല പെരുമഴ. എൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാവും. പുറത്തൊക്കെ നല്ല മഴ പെയ്യുന്നു. ഞാനിപ്പോൾ കാണിച്ചതാണ്. അപ്പോൾ ഇതാ ഞാൻ ഇന്നും മാങ്ങ കഴിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പം മാമ്പഴം സീസണാണല്ലോ. അപ്പോൾ വീട്ടിൽ തന്നെ മരമൊക്കെ ഉണ്ട് മാവിൻ്റെ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പഴുത്ത മാങ്ങയൊക്കെ കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ടൈം കിട്ടുമ്പോഴൊക്കെ മാമ്പഴം ഇങ്ങനെ കഴിക്കും കേട്ടോ. അപ്പം മാങ്ങ കഴിക്കട്ടെ. തോരൻ ഉണ്ടാക്കാൻ അപ്പോൾ ഇന്ന് കപ്പക്ക കിട്ടിയിട്ടോ. അപ്പോൾ കപ്പക്ക തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കപ്പക്ക മുറിക്കുകയാണ്. നാളെ പോണ്ട്. നാളെ സ്കൂളിൽ പോവണ്ട വാവല്ലേ? നല്ല കുപ്പായും എല്ലാം ഇട്ടിട്ട് പോവല്ലേ? അമ്മയും വരും. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഇതാ നല്ല പുളിയുള്ള പച്ചമാങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും വെറുതെ കളയുന്നില്ല, നല്ല പോലെ കഴിക്കുകയാണ് കേട്ടോ പച്ചമാങ്ങ. അപ്പോൾ നിങ്ങൾക്ക് ഒരാളെ ഞാൻ കാണിച്ചു തരാം. വെയിറ്റ്, ദേ അമ്മു, റിച്ചൂസിൻ്റെ അമ്മു ചേച്ചി. ഇത് കണ്ടില്ലേ, ഫോണും നോക്കിയിരിക്കുകയാണ്. അതായത് അമ്മുവിൻ്റെ അമ്മയും ഏച്ചിയും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മുവിൻ്റെ അമ്മ വന്നാട് ഫോണ് വാങ്ങിയിട്ട് അങ്ങനെ ഫോണ് നോക്കിയാണ്. റിച്ചു മകനേന് റിച്ചൂസിന് ഉറക്കം വന്നല്ലേ? റിച്ചൂസിനെ ഞാനിന്ന് രാവിലെ എഴുന്നേൽപ്പിച്ചിന് കേട്ടോ. ഒരു 6:30 ആകുമ്പോഴേക്ക് ഞാൻ എഴുന്നേൽപ്പിച്ചു. കാരണം സ്കൂളിലൊക്കെ പോകണ്ടല്ലേ. അതുകൊണ്ട് റിച്ചൂസിന് ഉറക്കം വന്നു. ഇപ്പം നേരത്തെ ഉറക്കം വന്നു. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് ഉറക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. നല്ല റിച്ചൂസേ, നാളെ സ്കൂളിൽ പോണ്ടേ? നാളെ എത്ര മണിക്കാണ് എണീക്കല്? 5:30. അപ്പോൾ കുറച്ച് ടെൻഷനും ഉണ്ടല്ലേ. കൊച്ചുമ്പോൾ നാളെ മുതൽ സ്കൂളിൽ പോവാന്ന്. അപ്പം അവളെ ഉറക്കണം. ആ ഫുഡ് കഴിച്ചിട്ട് അവളെ ഉറക്കട്ടെ കേട്ടോ. അപ്പോൾ റിച്ചൂസ് ഉറങ്ങിയിട്ടോ. നാളെ രാവിലെ എഴുന്നേക്കാനുള്ളതല്ലേ, LKG പോകേണ്ടതല്ലേ നാളെ രാവിലെ. അപ്പോൾ 8 മണിയാകുമ്പോഴേക്കും ഞാൻ ഉറക്കിയവളെ വേഗം ഉറങ്ങി. അപ്പോൾ നാളെ സ്കൂളിൽ പോകുന്ന കാഴ്ചയൊക്കെ കാണാം. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അപ്പോൾ പുതിയ വ്യൂവേഴ്സാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും ടാറ്റ.